സ്വഭാവം. അപ്പോൾ എപ്പോഴും എന്തോ ഒരു വിഷമം വരും. അപ്പൊ ഇത് പേർപ്പിൾ കണ്ടുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാ. ഈ കൊച്ചുമകളെയും കൂടെ അങ്ങ് കൊണ്ടുപോ. ഇവിടെ ഇരിക്കട്ടെ എന്നോ ചൊറിച്ചിലാ. ആ ഒരു കീരിനകവും വെച്ച് മാന്തുവാ. ഇവിടെ ഇന്ന് ഞാൻ വലിയ വട്ടപ്പെട്ട് തൊട്ട് സൂത്രധാരനെ ബിന്ദു പണിക്കനാക്കാൻ പോകും. ഹായ് അമ്മി, ഞാൻ സെനോബീറ്റസിന്റെ ഇന്ദു ആണ്. ആർമി ചില ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലെങ്കിൽ ചില ആളുകൾ യൂട്യൂബിൽ വന്നിട്ട് എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ചിലരെ സംബന്ധിച്ചിട്ട് അതെന്ന് പറയുമ്പം അവരവരുടെ ഫീലിങ്സ് നിങ്ങളോടൊരു ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റു ചിലര് എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ ഇതുപോലെ തന്നെ അവർക്ക് ലോകത്തിൽ ഏറ്റവും അടുപ്പം എന്ന് പറയുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിട്ട് പറയുവാണെങ്കിൽ എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. കാര്യം എനിക്ക് റീച്ച് കൂട്ടാനോ ഏൺ ചെയ്യാനോ ഇല്ലെങ്കിൽ ഒരുപാട് പൈസ അങ്ങനത്തെ ഒരു ഇതുമല്ല. എൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് യു ആർ ദ മോസ്റ്റ് കംഫർട്ടബിൾ സോൺ ഇൻ മൈ ലൈഫ്. ചിലപ്പോൾ എൻ്റെ മൈൻഡ് ഇത്തിരി അങ്ങോട്ട് ഭയങ്കര ഡിസ്റ്റർബിങ് ആയതുകൊണ്ട് മലയാളത്തിലുപരി ചിലപ്പോൾ ഞാൻ മലയാളത്തിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ക്രിഞ്ച് അടിച്ചു പോകും. ചിലപ്പോൾ ഞാനത് ഇംഗ്ലീഷിലായിരിക്കും ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഐ ഹാവ് ടു സേ സംതിങ്. ഐ വോണ്ട് ആൻ ഇൻറ്റിമേറ്റ് ടോക്ക്. നിങ്ങളുമായിട്ട് കുറച്ചും കൂടി ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ടോക്കാണ്. കുറച്ച് ഫണ്ണി ആയിട്ട്, കുറച്ച് ഹാപ്പി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് കാര്യം അതിനുവേണ്ടി ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഞാനും അമ്മയും കൂടെ പുറത്ത് പോയപ്പോഴേ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഇതൊരു ലേഡീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അമ്മയ്ക്ക് എന്തോ 1-2 സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞു, എനിക്കും അത് വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലമ്മ അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഒരു കാരണം കണ്ടെത്തിയേ ഉള്ളൂ. ഇതിലെന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇത് ഗോറിയുടെ ക്രീമാണ് കേട്ടോ. നിങ്ങൾ ഈ ക്രീം കണ്ടിട്ടുണ്ടോ? ഗോറി ക്രീം വൈറ്റനിങ് അല്ല, ഇതൊരു ബ്യൂട്ടി ക്രീമാണ്. ഇതൊരു പാകിസ്ഥാനി ക്രീമാണ്. അത് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യത്തില്ല. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരുപാട് കടകളൊക്കെ ഉണ്ടല്ലോ. ഏകദേശം ഞാൻ 1-2-3 വർഷത്തിന് മേലെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ്. ഇതെന്തോ 350 ആണ് കേട്ടോ. ഇതൊരെണ്ണം മേടിച്ചാൽ മന്ത്ലി എനിക്കൊരു 1 മാസം 1.5 മാസം 2 മാസം അടുത്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡേം ഡോക്കിന് 10% നിയാസിനമൈഡ് സെറം. ഇതും ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ അത് ലാക്മേയുടെ ചെറിയ സൺസ്ക്രീൻ ആണ് വാങ്ങിയത്. ഞാൻ വലുത് വാങ്ങിയിട്ടില്ല, ചെറുതാണ് വാങ്ങി. ഇത് തന്നെ തീരുമ്പോൾ കുറേ കാലമാകും. ഇതിനൊരിത്തിരി വൈറ്റ് കാസ്റ്റ് കൂടുതലാണ്. പിന്നെ എനിക്ക് ഇച്ചിങ് ഇറിറ്റേഷൻസ് ഒന്നുമില്ല. സൺസ്ക്രീൻ ആണെങ്കിൽ തന്നെ ഞാനൊരു പൊടിക്കേ യൂസ് ചെയ്തുള്ളൂ. ഇതിപ്പോൾ തന്നെ എനിക്ക് 2 മാസം മേലെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡെയിലി യൂസ് ചെയ്താൽ തന്നെ. ഓ ഇങ്ങോട്ട് നോക്കാം. ബിന്ദു പണിക്കര് മറ്റേ സൂത്രധാരനകത്ത് വെക്കത്തില്ല, അതുപോലത്തെ പൊട്ട. ഇതൊക്കെ തൊട്ടിറങ്ങത്തുള്ളൂ. വട്ടപ്പൊട്ടെന്ന് പറഞ്ഞാൽ ജീവനാ. ഇതും പറയാം. ഇതെന്താണെന്നറിയാമോ? ബ്ലാക്ക് റോസ് ഹെയർ ഡൈയാ. നേരെ വന്നത് കളയാതാ. ഇത് എന്താന്ന് മനസ്സിലായോ? ഇത് 2 സൂചിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. റബ്ബർ ബാൻഡ് വാങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ഇവിടെ വലിയ യൂസ് ഒന്നുമില്ല. ഇതൊന്നിന് വാങ്ങിയതാന്ന് എനിക്കറിയത്തില്ല. അമ്മേ, ഈ നീഡിൽ ത്രെഡർ എന്ന് പറയുന്ന സാധനമൊക്കെ എന്നാത്തിന് മേടിച്ചായിരുന്നു? ഈ സൂചിയെ നൂല് കോർക്കുന്ന സാധനമാണോ ഇത്? അത് 2 തരത്തിലുണ്ടല്ലോ. 2 തരത്തിലെ സാധനം ഉണ്ട്. അമ്മ വാങ്ങിയതാണോ? അമ്മേ, സൂചിയില്ലേ, സൂചിയില് നൂല് കോർക്കുന്ന സാധനമില്ലേ, ഇതിന്റെ 2 തരത്തിലുള്ളതൊക്കെ വാങ്ങിയേ. അമ്മ സൂചി മേടിക്കാൻ പോയിട്ട് മേടിച്ചോണ്ട് വന്ന അവന്മാര് പറ്റിച്ച്. ഇതിന്റെ സാധനം ഞാൻ കണ്ടിട്ടില്ല. സൂചി കോർക്കുന്നേ ആണോ? സൂചിക്കകത്തോട്ട് അത് കയറ്റും. എന്നെല്ലാം ടെക്നോളജിയാ, ഞങ്ങൾക്ക് പോലും അറിയാൻ മേല. അതാ വയസ്സന്മാരുടെ വയസ്സന്മാരുടെ ലക്ഷണങ്ങളായി കണ്ട ഡൈ ഒക്കെ കണ്ടോ? ഈ കൊച്ചുമകളെയും കൂടെ അങ്ങ് കൊണ്ടുപോ. ഇവിടെ ഇരിക്കട്ടെ എന്നോ ചൊറിച്ചിലാ. ആ ഒരു കീരിനകവും വെച്ച് മാന്തുവാ. എന്നാ റാണിയാന്നറിയാവോ ഇവിടെ കിടന്ന്? ഞാൻ ഇവളുടെ അടിമയാന്ന് തോന്നുന്നു. ഇവിടെ ഇന്ന് ഞാൻ വലിയ വട്ടപ്പെട്ട് തൊട്ട് സൂത്രധാരനെ ബിന്ദു പണിക്കനാക്കാൻ പോകും. കാന്താരിപ്പെണ്ണേ കാന്താരിപ്പെണ്ണേ. നോക്ക ഇവിടെ നോക്കമ്മേ. കൊരങ്ങുമോറിയാന്ന്. അയ്യോ, നമ്മുടെ കടുകുമണിയല്ലേ, ചുണ്ടറിവാണിയല്ലേ. അടിക്കുന്നതന്നെ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് കണ്ട് ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. നമ്മുടെ ഇത് മുണ്ടാക്കിയത് ത്രെഡ് ഹൗസിൽ നിന്നാണ് കേട്ടോ. ഇത് എന്നാന്നറിയാവോ? കാണിച്ചത്
അപ്പോൾ ഇത് പേർപ്പിൾ കണ്ടുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ്. ഇങ്ങനെ ഇവിടെ ഞെക്കി വെച്ചാൽ ഹൂവാ, വേറെ അങ്ങനൊന്നുമില്ല. പിന്നെ മേടിച്ചത് ഇത് ഹോസ്പിറ്റലിൽ പോയില്ല. ഇത് കഴിക്കേണ്ട സമയമായിരുന്നു, ഞാൻ കഴിച്ചില്ല. വൈകിട്ട് ഒരെണ്ണം കഴിക്കാനുണ്ട്. ഇന്ദുമ്മയ്ക്ക് BP കൂടാൻ തോന്നി. കുറേ വർഷങ്ങളായിട്ട് BP ഡൗൺ ആയിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് BP ഭയങ്കര ഹൈ ലെവലിലോട്ട് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു കാലത്ത് ജീവിക്കാനൊക്കെ പ്രേരിപ്പിച്ച ഒരാളാണ്. എനിക്ക് അഭിമാനമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അവളുമാരെ അവഗണിച്ച മനുഷ്യനാണ്. ഇപ്പോൾ വലിയ നിലയിലായില്ലേ. ഇതെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ഹോബി, ഒരു K-ഡ്രാമ അഭിനയിച്ചാൽ കൊള്ളാതെ എനിക്ക് തോന്നി. ഈ ഒരു പിക്ക് കണ്ടപ്പോൾ നോക്ക്, ഈ ഒരു പിക്ക് അതുപോലെ ഞാൻ തിരഞ്ഞ് കണ്ടുപിടിച്ചതാണ് ഇത്രയും നല്ലൊരു പെർഫെക്റ്റ് പിക്ചർ. ഇതെൻ്റെ ഒപ്പന്മാർ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വെറും 20 രൂപയുടെ പേപ്പറായിരിക്കും, 20 രൂപയുടെ കോപ്പി ആയിരിക്കും. പക്ഷേ ഇത് ഞാൻ ഭിത്തിയിലൊട്ടിക്കും, നിങ്ങൾ ഓർക്കും ഫ്രെയിം ചെയ്ത് അടിപൊളിയാക്കിയിട്ടായിരിക്കും ഇടാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഈ ഒരു പിക്ചർ ഒരു പർപ്പിളിഷ് ആയിട്ടുള്ള ഒരു ഹോബിയുടെ ഭയങ്കര ക്രഷാണ്. ഹീസ് മൈ സെലിബ്രിറ്റി ക്രഷ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാൻ ഫിക്ഷൻ ഇതുവരെ എഴുതാത്തതും. ഒരുപക്ഷെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് വിഷമം വരും. ഞാൻ ആ ഫാൻ ഫിക്ഷൻ എങ്ങനെ തിരിച്ചു മറിച്ച് എഴുതിയാലും അതിൽ എനിക്ക് എന്തോ ഒരു കംപ്ലീഷൻ വരത്തില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ആദ്യം ഹോബിയിൽ തന്നെ ഒട്ടിച്ച് കളയാം. കണ്ടല്ലോ ഒപ്പന്മാരുടെ ഫോട്ടോ ഒട്ടിച്ചേ.